ഇവക്കൊന്നും വേറെ പണിയില്ലേ, ഹെൽപ്പ് അതേഴ്സ് പോലും. എന്നാലും അവളുടെ ഒരു ഗ്ലാമർ മറക്കാൻ പറ്റുന്നില്ല. ഹായ്. ഹായ്. എന്താ ഇന്നലെ കണ്ടില്ലല്ലോ? ബിസി. ഓ, ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ? നിനക്കെന്താ അങ്ങനെ തോന്നിയത്? ഞാൻ എന്തെങ്കിലും തെറ്റായി പെരുമാറിയോ? നോ, എനിക്ക് തോന്നി, ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ. നിന്റെ തീരുമാനം പിന്നെ പറഞ്ഞാലും മതി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മൈ ഫീലിങ്സ് ദാറ്റ് ടൈം. മോസ്റ്റ്ലി ഞാൻ കെട്ടലുണ്ടാവില്ല, എനിക്കത് ഇഷ്ടമല്ല. പ്ലീസ് 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 ട്രൈ ടു ഫർഗെറ്റ് മീ. എന്നെ നീ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ ഐ ലവ് യു. നിനക്കെന്താ ഭ്രാന്താണോ? ഐ ഹേറ്റ് യു. ആദ്യമായി ഞാൻ നിന്നെ കണ്ടതിന്നോ അന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി ഞാനൊരു ശപഥമെടുത്തു. ഞാൻ മരിക്കുന്നതെന്നു അന്ന് എൻ്റെ അരികിൽ കരഞ്ഞുകൊണ്ട് നീയുണ്ടാവും. എൻ്റെ പുസ്തകത്താളുകളിൽ ഞാൻ തിരയുന്നത് നിൻ്റെ മുഖം മാത്രമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ നിന്നെ പ്രേമിക്കുകയാണ്. ഹർഷമേഘങ്ങൾ മാഞ്ഞു തീർന്നു, ഹൃദയതന്ത്രിയിൽ ശ്രുതികൾ തീർന്നു. നീയില്ലാതെ ഞാനൊരു അപസ്വരം മാത്രം. ഇതേത് പൊട്ടനായിട്ട് നീ? പിന്നെ ലോകം അവസാനിക്കാൻ പോവല്ലേ? ഡിസംബറിൽ ലോകാവസാനം. ലോകം അവസാനിച്ചാൽ എല്ലാം നഷ്ടപ്പെടും. ഞാനല്ലാതാവും. ഈ ഭൂമിയിലെ സുഖസൗകര്യങ്ങളെല്ലാം എനിക്ക് അന്യമായി തീരും. ഡാ, ലോകം അവസാനിക്കുകയാണെന്ന് കേട്ടല്ലോ. ആ, അതല്ല ഇപ്പൊ എല്ലായിടത്തും ചർച്ചാ വിഷയം. ഭൂകമ്പം ഉണ്ടാവുന്ന പറയുന്നത്. 2 ദിവസം ഫുള്ള് ഇരുട്ടായിരിക്കും. പടച്ചോനെ, പണി പാലും വെള്ളത്തിൽ കിട്ടുമല്ലോ. എന്തായാലും ലോകം അവസാനിക്കും. അത്ര ദിവസം അടിച്ചു പൊളിച്ചൂടെ? എടാ, ആക്സിഡന്റ്, വാ നോക്കാം. നീങ്ങിലൊന്ന് വാടാ. വാടാ, വാ, പിടിക്കേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. വാടാ നോക്കാം. നീ മൊബൈലിൽ പിടിക്കാതെ ഡോർ തുറക്ക്. ഒരു മിനിറ്റ്, ആ മൊബൈൽ എടുക്കട്ടെ. വാ, പോവാ പോവാ. വാടാ, കേറി. എവിടെയാ? ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. ഹലോ, അത് ഞാൻ ശരിയായിക്കൊള്ളാടാ. അവന് A- ബ്ലഡ് വേണം. 2 പേരെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ബാക്കി ഒരാളെ ഞാൻ എത്രയും പെട്ടെന്ന് വിട്ടേക്കാം. ഓക്കെ. ഡാ, നിനക്ക് എന്തു പറ്റി? അവനെ ഡ്രൈവർ കൊണ്ടുപോയില്ലായിരുന്നു? ഡാ, അവനും നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ലേ. അവിടെ കിടന്നത് നിന്റെ അനിയനാണെങ്കിൽ നീ കൊണ്ടുപോകില്ലായിരുന്നോ? നിനക്ക് കാര്യമായ എന്തോ പറ്റിയിട്ടുണ്ട്. നീ ഇപ്പം പഴയ ആളേ അല്ല. ഡിസംബറിൽ ലോകം അവസാനിക്കുന്ന നാസ പറഞ്ഞിട്ടുണ്ട്.
മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു മെഴുകുതിരി പോലെയാണ്. എപ്പോഴാണ് ഒരുക്കിത്തീരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ള കാലത്തിനെങ്കിലും സഹജീവികളെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്ക്. ഓ, ഞങ്ങളിങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളാം. എന്നാ ശരി, ഞാൻ പോട്ടെടാ. ഓക്കെടാ, വൈകിട്ട് കാണാം. സോറി, ഇനി ഞാൻ ശല്യപ്പെടുത്തില്ല. സോറി ഫോർ എവറിത്തിങ്. ഡാ, നീ എനിക്ക് ശല്യമായിട്ടില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. സോറി. നീ സോറി പറയണ്ട, ഞാനാ തെറ്റ് ചെയ്തത്. നോ, ഞാനാ. അപകടം പറ്റിയ ഒരാളെ നീ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലേ? അവൻ എൻ്റെ ബ്രദറാണ്. ഓ, ഞാൻ അറിഞ്ഞില്ല. അവനിപ്പോൾ എങ്ങനെ? ഫൈൻ. ബ്ലഡ് വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. നീ ഇപ്പോൾ ഇട്ട സ്റ്റാറ്റസ് ഞാൻ കണ്ടു. അതെൻ്റെ അനിയന് വേണ്ടിയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തോളൂ. ഓക്കെ. ബ്ലഡ് തന്ന 2 പേരെ നീയാണല്ലേ ഏർപ്പാടാക്കിയത്? ഞാൻ അറിഞ്ഞു. താങ്ക്സ് ഡാ. ഓ, അതിനെന്താ. ദെൻ ബൈ. തിരക്കുണ്ടോ? കുറച്ച് കഴിഞ്ഞു പോയാ പോരെ? എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? യാ, എങ്കിൽ പറ. ഐ ലവ് യു. ഓ, അനിയനെ രക്ഷിച്ചത് കൊണ്ടാണോ? അതൊരു വലിയ കാര്യം തന്നെയാണ്. ബിക്കോസ് അവൻ എൻ്റെ ജീവനാണ്. പിന്നെ നിന്റെ നേച്ചർ പഴയതുപോലെയല്ല, കുറേ മാറി. നീ അറിയാതെ ഞാൻ നിന്നെ പലപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നിനക്ക് എന്നേക്കാൾ നല്ല ചെറുക്കനെ കിട്ടും, അതുപോരെ? എനിക്ക് നീ മതി. യെസ്, ഓക്കെ. സെയിം ടു യുടാ. ദെൻ നീ പറ. പിന്നെ കാണാം. ഞാൻ കുറച്ച് ബിസിയാണ്. ബൈ. ഓക്കെ, ബൈ.